ഇവിടെ ഇവള് ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയം നല്ലപോലെ മൂഡ് ഓഫ് ആയിരിക്കും. വീട്ടിൽ വന്നാണെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറയാണ്. അതേസമയം ഇവളുടെ പേരൻസ് ആണെങ്കിൽ എന്ത് പറ്റിയ സ്കൂളിൽ എന്ന് സംഭവിച്ചു ചോദിച്ചാലും ഒന്നും പറയുന്നുണ്ടാവില്ല. ആ ദിവസം മുഴുവൻ ഇവള് സാഡ് ആയിരിക്കും, രാത്രി കിടന്ന് ഉറങ്ങുന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഇവളുടെ പേരൻസ് ആണെങ്കിൽ ഇവള് മെന്റലി ഡിസ്റ്റർബ്ഡ് ആണെന്ന് മനസ്സിലാക്കുകയാണ്. സോ അടുത്ത ദിവസം തന്നെ ഇവർ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുകയാണ്. അവിടെ ഡോക്ടർ ആണെങ്കിൽ ഇവളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് ഇവളുടെ ഇഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കും. എന്നിട്ട് ഇവളോടൊന്ന് സ്കൂളിൽ നടന്ന കാര്യത്തെക്കുറിച്ചും ചോദിക്കുകയാണ്. ആക്ച്വലി ഒന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം ചേർന്ന് സിനിമ പാട്ട് പാടാൻ തുടങ്ങും. അവിടെ ഇവൾ നല്ലപോലെ പാടുന്നറിയുന്നുണ്ട് തന്നെ ഇവളോട് എണീറ്റ് നിന്ന് പാടാനേ പറയാണ്. അതേസമയം ആ പാട്ടിന്റെ ലിറിക്സ് ആണെങ്കിൽ ഒരുത്തിന്റെ കയ്യിലായിരിക്കും ഉണ്ടാവും, അവനാണ് ചേർന്നിരിക്കുന്നുണ്ടാവും. ഇവൾക്ക് ആ ലിറിക്സ് കാണാത്തോണ്ട് തന്നെ അവന്റെ മടിയിൽ ഇരുന്ന് പാടാൻ തുടങ്ങാണ്. ആ സമയം അവിടെ നിന്ന് ടീച്ചർ ആണെങ്കിൽ ഇതേണ്ട ചീത്ത പറയാൻ തുടങ്ങും. ഇവള് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും അതൊന്നും കേൾക്കാതെ ഇവളുടെ ഐഡിയ പിടിച്ച് വലിച്ച് പ്രിൻസിപ്പൾ അടുത്ത് കൊണ്ടുപോകുകയാണ്. അങ്ങനെ ടീച്ചറിന്റെ മേലുള്ള ദേഷ്യത്തിലായിരിക്കും ഇവൾ ആ സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഇത് മനസ്സിലാക്കുന്ന ഡോക്ടർ ആണെങ്കിൽ ഇവൾക്ക് ഒരു കുയിലിന്റെ കഥ പറഞ്ഞു കൊടുക്കും. അതിന്റെ അവസാനമാണെങ്കിൽ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടാതെ മറ്റു രീതിയിൽ അപ്രോച്ചിനായിട്ട് പറയുന്നുണ്ടാവും. സോ ടീച്ചർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടാതെ മറ്റു രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കാനായിട്ട് അഡ്വൈസ് ചെയ്യാണ്. സോ ഇതാണ് ശരിയെന്ന് ഇവൾക്ക് മനസ്സിലാക്കും. അങ്ങനെ അടുത്ത ദിവസം കുറച്ച് റോസും വാങ്ങിച്ച ടീച്ചറിനെ കണ്ടിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഇവളെ ഡോക്ടർ പറഞ്ഞ കുയിലിന്റെ കഥ ടീച്ചറോട് പറയും. അതിന്റെ അവസാനം ഞാൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. അതിന് പകരം ഞാൻ പറയുന്നത് പോലും കേൾക്കാതെ ടീച്ചർ എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു ടീച്ചർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂൾ ടൈമിലും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.